ഒരു ചെറിയ മിനി വ്ലോഗ് ആയാലോ? മിനി വ്ലോഗ് എന്നോ ഷോപ്പിംഗ് വ്ലോഗ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാട്ടോ ഇതിനെ. ഷോപ്പൊക്കെ കയറി ചെന്നപ്പോൾ തന്നെ കണ്ടത് ദാ ഈ ഒരു സൺഫ്ലവർ. അപ്പം തന്നെ ഞാൻ അതിൽ വീഡിയോ എടുത്തു, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ സൺഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന പോലെ തന്നെയെന്ന് പറയാനായിട്ട് ഞാൻ ഒറിജിനൽ സൺഫ്ലവർ കണ്ടിട്ടില്ല. ഞാൻ വന്നിട്ടുള്ള ഷോപ്പ് മണ്ണാർക്കാട് ബഡാ ബസാറിലാണ് കേട്ടോ. എല്ലാരും പറയുന്നത് മിനിമൽ ആയിട്ടുള്ള പ്രൈസിന് അടിപൊളി സാധനങ്ങൾ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നല്ലടോ. അതെനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലൂ ഗണ്ണിൽ ഇടുന്ന സ്റ്റിക്ക് വാങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അവിടെ 10 രൂപയാണ് ആ ഒരു സ്റ്റിക്കിനായത്. ബട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ പൂർണിമ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, ക്രാഫ്റ്റും സാധനങ്ങളൊക്കെ ഉള്ളത്. അവിടെ ആ ഒരു സ്റ്റിക്കിന് 6 രൂപ മാത്രമേ ആവുന്നുള്ളൂ. ചിലപ്പോൾ എല്ലാത്തിനും അങ്ങനെ ആയിരിക്കൂല, ചിലതിനൊക്കെ പ്രൈസ് കുറവായിരിക്കും. എനിക്ക് തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ കയറിയൊരു ഫീലാണ്, കാരണം എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ടും പച്ചക്കറിയും അരി സാധനങ്ങളും അല്ലാതെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഈവൻ ഡ്രസ്സ് വരെ അവിടെ ഉണ്ട്. പിന്നെ അതാ ഹാർഡ്വെയർസ് ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിക്കാത്ത സാധനം പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാൻ പറഞ്ഞ ഗ്ലൂ സ്റ്റിക്ക് ഇതാണ്. ഇതിനൊന്നിന് 10 രൂപ വരുന്നത്. അപ്പം ഞാൻ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തന്നെ നോക്കിയാൽ കാണുന്നുണ്ടാവും കട്ടർ ഉണ്ട്, പക്ഷെ എനിക്ക് പറ്റിയതല്ല ഗായ്സ്. കാരണം ക്യൂട്ടല്ല, അപ്പം എനിക്ക് വേണ്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ എപ്പോഴാണാവോ എൻ്റെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പകുതി വഴി ആയപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഡ്രസ്സ് ഉണ്ടെന്ന്, കുട്ടികൾക്കുള്ളതും നൈറ്റ് വെയറും അല്ലാതെ പുറത്തു പോകാൻ പറ്റിയതും ഒക്കെ ഉണ്ട്. കുട്ടി കുട്ടി പാവാടേസും നൈറ്റീസും പിന്നെ കുറേ ബാസ്ക്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. കസേരയും ഉണ്ട്, അതിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഫാൻസി ഐറ്റംസും ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ക്ലിപ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 3-4 പിൻട്രസ്റ്റി വൈബിലുള്ള ക്ലിപ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് എൻ്റെ അനിയന്മാർ എന്തൊക്കെയോ കാണിച്ചു തരുന്നുണ്ട്, എനിക്ക് പറ്റിയാന്ന് പറഞ്ഞു. പിൻട്രസ്റ്റി വൈബിലുള്ളതെന്ന് പറയാം, വേറൊന്നുമല്ല, ഇതേപോലെ ഉള്ളതാണ്. നല്ല കൊറിയൻ ക്ലിപ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല പ്രൈസും വരുന്നുണ്ട്. പിന്നെ നോക്കിയാൽ കണ്ട അവിടെ അറ്റത്ത് ഫ്ലവറിൻ്റെ ഒക്കെയാണ്, പക്ഷെ എനിക്കത് പറ്റിയില്ല. കുറച്ചും കൂടി ട്രാൻസ്ഫർ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോക്കി നോക്കി ഞാൻ ഇതേപോലുള്ള ഒരു ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ചും കൂടി ഉണ്ട്, പക്ഷെ എനിക്കതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു ക്ലിപ്പും മാത്രം എടുത്തു. പിന്നെ നെയിൽ പോളിഷ് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണ് തള്ളിയത്. അപ്പോൾ ചിലരെങ്കിലും ചികതാത്ത മുസ്ലിം മേലെ നെയിൽ പോളിഷ് ഇടുന്നു, ഞാൻ ഇടല കണ്ട്. നിസ്കരിക്കാൻ പറ്റാത്ത ടൈമിൽ ഇടൂട്ടാ. പിന്നെ ഞാൻ അന്വേഷിക്കാത്ത സാധനമാണ് ഡബിൾ സൈഡ് ടേപ്പ്, അതും കിട്ടി എനിക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഓവറോൾ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയാം. അപ്പോൾ ബൈ, ഇനി ബില്ല് എടുക്കട്ടെ.